ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറിന്റെ പേര് എന്താണ്? അപ്സര. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണം ഏത്? ഗാമ വികിരണം. താരാപൂർ ആണവ നിലയം എവിടെയാണ്? മഹാരാഷ്ട്ര. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? മാക്രേ. ഏതു വർഷമാണ് മാഡം ക്യൂറിക്ക് ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? 1903. അറ്റോമിക സംഖ്യ 104 ആയ മൂലകം റൂദർഫോർഡിയം. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര്? എച്ച്. ബക്ര. ആണവ ഭൗതിക ശാസ്ത്രജ്ഞന്റെ പിതാവ്. ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് റൂദർഫോർഡ്. എക്സ്റേ കണ്ടെത്തിയ വർഷം 1995. റൂദർഫോർഡിന് ഏത് വിഷയത്തിലാണ് നോബൽ ലഭിച്ചത്? രസതന്ത്രം. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണ്? ട്രോംബെ. റേഡിയോ ആക്റ്റീവ് അളക്കുന്ന ഉപകരണം ഏത്? ഗീഗർ കൗണ്ടർ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പ് ഏതാണ്? കൊബാൾട്ട്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? C14. കട്ടി കൂടുതലുള്ള പദാർത്ഥങ്ങളെ തുളച്ചു കയറാൻ ശക്തിയുള്ള റേഡിയം, പൊളോണിയം എന്നിവ കണ്ടുപിടിച്ചത് ആര്? മാഡം ക്യൂറി. പ്രഥമ രസതന്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? വാൻഡേഷ്. ലോക ഭൗതിക ശാസ്ത്ര വർഷം ഏതാണ്? 2005. ഭൗതിക ശാസ്ത്രത്തിന് ആദ്യത്തെ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? റോൺജൺ. ആദ്യമായി നോബൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1901. സമാധാനത്തിന് പ്രഥമ നോബൽ ലഭിച്ചത് ആർക്കാണ്? കൺഫ്യൂഷൻ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? എറിങ് ജൂലിയറ്റ് ഫെഡറിക്കും. ഗോൾഡ് 198 എന്ന ഐസോടോപ്പ് എന്തിനു ഉപയോഗിക്കുന്നു? രക്താർബുദം കണ്ടുപിടിക്കാൻ. അറ്റോമിക സംഖ്യ 100 ആയ മൂലകം ഫെർമിയം. ചെയിൻ റിയാക്ഷൻ സാധ്യതകൾ മനുഷ്യന് ഉപയോഗപ്പെടുത്താമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആര്? ഹെൻറിക്കോ. ലോകത്തെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ചിക്കാഗോവെയർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. കൺഫ്യൂസ്ഡ്. കാഡ്മിയത്തിന്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന രോഗം ഇതായി. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ്. വൈദ്യുതിയെ കടത്തിവിടാത്ത കാർബണിന്റെ രൂപാന്തരം വജ്രം. ആറ്റം ബോംബിന്റെ പിതാവ് ആര്? ഓപ്പൺഹൈമർ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ചാൾസ്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ടെല്ലർ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ്? 1948.
ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഹോമി ജെ ഭാഭ. ഏതു വർഷത്തിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ കൊടുത്തു തുടങ്ങിയത്? 1969. ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം നടന്നത് എന്ന്? 1945 ജൂലൈ 16. ആദ്യത്തെ ആറ്റം ബോംബ് നിർമ്മിച്ച പദ്ധതിയുടെ പേര്? മാൻഹട്ടൻ പ്രൊജക്ട്. ഹിരോഷിമ ദിനം എന്നാണ്? ആഗസ്റ്റ് 6. ലോക രസതന്ത്ര വർഷം ഏതു കൊല്ലമാണ്? 2011. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം? സൂററ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം ഏത്? കുള്ളിനാൻ. പെൻസിലിൽ ലെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം? ഗ്രാഫൈറ്റ്. എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? റോൺജൻ. രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര്? ലിനക്സ് പോളിൻ. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രവ്യാപാര കേന്ദ്രമായ ആൻവെർപ്പ് ഏത് രാജ്യത്താണ്? ബെൽജിയം. കിംബർലി വജ്രഖനി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ബില്ലാസ് ഫ്രാങ്ക് ലിബി. കാർബൺ 14ന്റെ അർദ്ധായുസ്? 5760. ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണ വേദി? ലോസ് അലഗമോസ് മരുഭൂമി. നോബൽ നേടിയ ആദ്യ ദമ്പതികൾ? മാഡം ക്യൂറി, പിയറി ക്യൂറി. ഇന്ദിരാഗാന്ധി ആറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണ്? കാൽപ്പക്കം. ഇന്ത്യയുടെ രണ്ടാമത്തെ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യനാമം? ബുദ്ധൻ വീണ്ടും ചിരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിലയിൽ വന്നത് എവിടെ? കാൽപ്പാക്കം. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? HJ ഭാഭ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നത് എവിടെ? ജയ്പൂർ. ഇന്ത്യ US ആണവ കരാറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ്? ജോർജ് W. ബുഷ്. കക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ചെർണോബ് ഉക്രൈൻ ആണവ ദുരന്തം നടന്നത് എന്ന്? 1986. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങൾ ഏതെല്ലാം? ജയ്താപൂർ, താരാപൂർ. നാഗാസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര്? ഫാറ്റ്മാൻ. പൊക്രാൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മരുഭൂമിയിലാണ്? താർ മരുഭൂമിയിൽ. ആണവ റിയാക്ടറുകളിൽ ശീതീകാരികളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ? ജലം, കാർബൺ തണ്ട്. ആണവ റിയാക്ടറുകളിൽ ശീതീകാരികളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ? ജലം, കാർബൺ തണ്ട്. സാഹിത്യത്തിന് പ്രഥമ നോബൽ ലഭിച്ചത് ആർക്ക്? നോ കൺഫ്യൂഷൻ. ആസിഡുകളിലൊന്നും ലയിക്കാത്ത മൂലകം ഏത്? വജ്രം. സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യനാമം? RDX-1. ഗംഗ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം? നറോറ. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയം? കൂടൽ. പൊക്രാൻ
ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. തീർത്ഥാടന വർഷങ്ങൾ ആരുടെ ആത്മകഥയാണ്? രാജാ രാമണ്ണ. ഇന്ത്യയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാര്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ സാങ്കേതിക ദിനം എന്നാണ്? മെയ് 11. അമേരിക്കയിൽ നിന്നുള്ള ഹൂവർ അവാർഡ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ? APJ അബ്ദുൽ കലാം. ഹെഡ് ആക്ട്, 123 കരാർ എന്നിവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ അമേരിക്ക കരാർ, ആസിയാൻ. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു. ഏത് ഗണിതശാസ്ത്രജ്ഞന്റെ വാക്കുകളാണിത്? പൈതഗോറസ്. ശ്രീബുദ്ധൻ നിർവാണം പ്രാപിച്ച കാലത്ത് മഗധയുടെ ഭരണാധികാരി ആരായിരുന്നു? അജാതശത്രു. ഓസ്റ്റിയോ മലേഷ്യ ഏത് വൈറ്റമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ ഡി. ഇന്ത്യയിൽ എത്ര തരം മനുഷ്യവർഗങ്ങൾ ഉണ്ട്? 4. ശരീരത്തിൽ പുനർജനന ശേഷിയുള്ള ഏക അവയവം? കരൾ. ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ടോളമി. ഇന്ത്യയുടെ ഏറ്റവും വലിയ നേവൽ ബേസ് ആയ INS കദംബ എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടക. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം? തട്ടേക്കാട്. സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി? ചന്ദ്രഗുപ്ത മൗര്യൻ. ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ്? കോൺകേവ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത്തെ ലോകസഭയാണ്? 15. 2014 ഇപ്പൊ 16. മഞ്ഞളിന്റെ നിറത്തിന് കാരണമായ പദാർത്ഥം? കുർക്കുമിൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ബ്രസീൽ. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം? ഹൈഗ്രോമീറ്റർ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? 8 മിനിറ്റ് 20 സെക്കൻഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ആസ്പദമാക്കി അംബികാസുധൻ മാങ്ങാട്ട് രചിച്ച നോവൽ? എൻ മഗജേ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം? പൂർണ്ണാന്തരിക പ്രതിഫലനം. ആദാമിന്റെ മകൻ അബു എന്ന സിനിമയുടെ സംവിധായകൻ? സലീം അഹമ്മദ്. കഴിഞ്ഞ വർഷം രൂപം കൊണ്ട സുഡാൻ യു എന്നിലെ എത്രാമത്തെ രാജ്യമാണ്? സൗത്ത് സുഡാൻ UN-ലെ എത്രാമത്തെ രാജ്യമാണ്? 193. ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ തത്വം? ന്യൂക്ലിയർ ഫ്യൂഷൻ. അൽ ജസീറ ടെലിവിഷന്റെ ആസ്ഥാനം? ഖത്തർ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശാ സമ്മേളനം ഏത്? 2ാം വട്ടമേശാ സമ്മേളനം. രാജ്യസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനില്ല, പ്രധാനമന്ത്രിക്കില്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഇല്ല. അസറ്റൈൽ സാലിസിലിക് ആസിഡ് സാധാരണ ഡാഷ് ആയി ഉപയോഗിക്കുന്നു? വേദനാ സംഹാരി. ലൂവർ മ്യൂസിയം എവിടെയാണ്? പാരീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം? അണ്ഡകോശം. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? നെല്ല്, പരുത്തി, ചോളം, ഗോതമ്പ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം?
ചെന്നൈ. ക്യാൻസർ ചികിത്സയുടെ പ്രതീകാത്മകമായ ജീവിയേത്? ഞണ്ട്. കറൻസിക്ക് ചിഹ്നമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അഞ്ചാമത്തെ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം? ഇന്ത്യ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? 32-ാം ആർട്ടിക്കിൾ. മ്യാൻമാറിന്റെ തലസ്ഥാനം? നായ്പിഡോ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? എക്കൽ മണ്ണ്. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 21. ന്യൂയോർക്ക് നഗരം ഏതു നദിയുടെ തീരത്താണ്? ഹഡ്സൺ. പട്ടികജാതി വിഭാഗക്കാർ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല? പാലക്കാട്. എറണാകുളത്തെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര്? പോർച്ചുഗീസുകാർ. ഹുയാങ് സാങ് ഇന്ത്യയിൽ വന്നത് ആരുടെ ഭരണകാലത്താണ്? ഹർഷവർദ്ധനൻ. ഹിജ്റ വർഷം ആരംഭിച്ചത് എന്ന്? AD 622. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. സസ്തനികളുടെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം? 7. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഭരണഘടനാപരമായി ഏർപ്പെടുത്തിയുള്ള കുറഞ്ഞ പ്രായപരിധി? 25 വയസ്സ്. H165 ഏതിനം കാർഷിക വിളയാണ്? മരച്ചീനി. കുമാരനാശാൻ രചിച്ച അവസാന കവിത ഏത്? കരുണ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്? ഹിപ്പോക്രാറ്റസ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ കാർബണിക സംയുക്തം? യൂറിയ. വേദങ്ങളിൽ ഗദ്യരൂപത്തിൽ എഴുതിയ വേദമേത്? യജുർവേദം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ എവിടെ? നെട്ടുകാൽ തേരി. നാസയുടെ ബഹിരാകാശ വാഹനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഡിസ്കവറി, വോസ്റ്റോക്ക്, ചലഞ്ചർ, എൻഡേവർ. ഉത്തരം വോസ്റ്റോക്ക്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂർ. ബോഡോ പക്ഷികളെ കാണപ്പെട്ടിരുന്നത്? മൗറീഷ്യസ്. ബുൾസ് ഐ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ഏത് മലയാള രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമയാണ് ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ചിട്ടുള്ളത്? AK ഗോപാലൻ. മയോപ്പിയ എന്ന അസുഖം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. ഇന്ത്യയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന കേന്ദ്രത്തിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ചാലിയം. 2011. 4/1/2011. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? കോഴിക്കോട്. 1973. ലാൽബാഗ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂർ. KSEB വൈദ്യുതി വിതരണം നടത്താത്ത കേരളത്തിലെ ഒരു പ്രദേശം? തൃശൂർ കോർപ്പറേഷൻ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ MLA? R ബാലകൃഷ്ണപിള്ള. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത ഏക മലയാള ചലച്ചിത്രം? മതിലുകൾ. പാമ്പിൻ വിഷത്തിന്റെ നിറമെന്ത്? മഞ്ഞ. ചേനയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ഓക്സലേറ്റ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏതാണ്? തിമിംഗലം. കേരള പോലീസിന്റെ ആപ്തവാക്യം? മൃദുഭാവോ ദൃഢകൃത്യേ. എൻഡോസൾഫാൻ ദുരന്തം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കശുമാവ്. ഏഴര പൊന്നാന ഏത് ക്ഷേത്രത്തിലാണുള്ളത്? ഏറ്റുമാനൂർ. മുറജപം എന്ന ചടങ്ങ് നടക്കുന്നത് എവിടെ?
പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിലായി അണിനിരക്കുന്നത് ഗ്രീസ്. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോൾ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സേവനം ആരംഭിച്ചത് എന്ന്? 1995. രൂപം കൊണ്ടതു മുതൽ മദ്യനിരോധനമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. സ്വർണത്തിന്റെ ആറ്റോമിക സംഖ്യ 79. അക്ഷയ പദ്ധതിയുടെ അംബാസിഡർ മമ്മൂട്ടി. ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം. കിരീടം തലയിൽ അല്ലാതെ മടിയിൽ വച്ചിരിക്കുന്ന രാജവംശം കൊച്ചി രാജവംശം. പാറ്റ ഗുളിക രാസപരമായി എന്താണ്? നാഫ്തലിൻ. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ വരുമ്പോൾ. ഐക്യരാഷ്ട്ര സഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമേത്? പസഫിക്. ദേശീയ ഗാനത്തിന്റെ സംഗീതം നൽകിയത് ആര്? രാം സിംഗ് താക്കൂർ. പ്രസിഡന്റ് ഭരണത്തിൽ കീഴിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റ് പാസാക്കുന്നത് ആരാണ്? പാർലമെന്റ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ എത്ര തവണ സ്വർണം നേടിയിട്ടുണ്ട്? 8 തവണ. ലൈക്ക എന്ന നായയെ ശൂന്യാകാശത്ത് കൊണ്ടുപോയ വാഹനം സ്പുട്നിക് 2. ഗദാർ ചാർജി പിൽക്കാലത്ത് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. നികുതി ഷീട്ട് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കാനുള്ളത് ഏതുതരം നികുതി അടച്ചതിന്റെ രസീതാണ്? ഭൂനികുതി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. റേഷൻ കാർഡിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നത് ആരാണ്? താലൂക്ക് സപ്ലൈ ഓഫീസർ. ഗ്രാമസഭകളിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നത് ഏത് പത്രത്തിന്റെ ആപ്തവാക്യമാണ്? മാതൃഭൂമി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ ടൂറിസ്റ്റ് ഗ്രാമമായ കുമ്പളങ്ങി ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രി ആരായിരുന്നു? ടി വി തോമസ്. ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുള്ള മംഗളാദേവി ക്ഷേത്രം ഏതു ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി. 1857 ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ആദ്യ സിനിമാ നിർമ്മാണ സ്ഥാപനമായ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് എവിടെ? ആലപ്പുഴ. ഏത് രാജ്യത്തെ ജനങ്ങളാണ് യാങ്കികൾ എന്നറിയപ്പെടുന്നത്? അമേരിക്ക.
ഇപ്പോഴത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ബ്രസീലിന്റെ ഔദ്യോഗിക ഭാഷ പോർച്ചുഗീസ്. ടുക്ക ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ സഹായത്തോടെ ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഭൂട്ടാൻ. ബയർ ബൂട്ട് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? MF ഹുസൈൻ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആരെയാണ്? കുമാരനാശാൻ. കേരള തുളസീദാസൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി വെണ്ണികുളം ഗോപാലക്കുറുപ്പ്. ഫാന്റം, മാൻഡ്രേക്ക് എന്ന മാന്ത്രികൻ എന്നിവയുടെ സ്രഷ്ടാവ് ലീഫാക്ക്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം സ്വയംവരം. ഋഗ്വേദം മലയാളത്തിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്തത് ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ലക്ഷദ്വീപ്. രാജതരംഗിണി എന്ന വിസ്തൃത കൃതിയുടെ കർത്താവ് ആരാണ്? കൽഹണൻ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി. മൈ സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതി രാജിവെക്കുകയാണെങ്കിൽ ആർക്കാണ് അദ്ദേഹം രാജിക്കത്ത് നൽകേണ്ടത്? ഉപരാഷ്ട്രപതി. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫൂരിക് ആസിഡ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ഏക വനിത VS രമാദേവി. ഹരിപ്രസാദ് ചൗരസ്യ ഏതു വാദ്യത്തിലാണ് പ്രസിദ്ധനായത്? പുല്ലാങ്കുഴൽ. ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ കുറഞ്ഞത് എത്ര വർഷം ഇന്ത്യയിൽ താമസമാക്കിയിരിക്കണം? 5 വർഷം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് പോളിഗ്രാഫ്. മനുഷ്യനേത്രത്തിന്റെ ഏതു ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? കോർണിയ. കേരളത്തിലെ മൊത്തം കോർപ്പറേഷനുകളുടെ എണ്ണം 5. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്ര? 44. 41. എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെയാണ് ഗുരുവായി കരുതുന്നത്? ഗാന്ധിജി. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇപ്പോ മഹാളി രോഗം ബാധിക്കുന്ന സസ്യമേത്? കവുങ്ങ്. ലച്ച നോവലിലൂടെ മതമേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമായ വിവാദ എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണ്? പാരൻ ഖൈമ. മണ്ടേലയുടെ കോൺവെർസേഷൻസ് വിത്ത് മൈ സെൽഫിന് അവതാരിക എഴുതിയത് ആര്?
ബറാക് ഒബാമ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചീമേനി. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ. ചാളക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് സൈനോളജി? നായകളെ കുറിച്ചുള്ള. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ നായ സ്നപ്പി. നായയുടെ ഗർഭകാലം 60. ആദ്യത്തെ ക്ലോണിംഗ് എരുമ ഏത്? സംരൂപ. ഗജരാജ ദിനം എന്നാണ്? ഒക്ടോബർ 4. ഗുജറാത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? സിംഹം. ചിലന്തിയെക്കുറിച്ചുള്ള പഠനം അരക്നോളജി. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം ഏതാണ്? മാൽപീജിയം നാളികൾ. പക്ഷികളുടെ രാജാവ് കഴുകൻ. കഴുകന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് അൽബേനിയ. കഴുകന്റെ കുഞ്ഞ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇംഗ്ലണ്ട്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി പ്രാവ്. ഭൂട്ടാന്റെ ദേശീയ പക്ഷി കാക്ക. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. പ്രൈമറേറ്റുകൾ എന്ന സസ്തനിവിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏത്? മനുഷ്യൻ. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? കാണ്ടാമൃഗം. എന്ത് രൂപാന്തരം പ്രാപിച്ചാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് രൂപം കൊള്ളുന്നത്? രോമം. കുതിരകളെ കുറിച്ചുള്ള പഠനം ഹിപ്പോളജി. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746. ആദ്യത്തെ ക്ലോണിംഗ് ഒട്ടകമേത്? ഇൻചാസ്. ഷഡ്പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജന്തു വിഭാഗം ഏത്? ആർത്രോപോഡ. കോർഡേറ്റ ഏത് ജന്തു വിഭാഗത്തിൽപ്പെടുന്നു? മനുഷ്യൻ. വനത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ. മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള ജീവി മുയൽ. കാനഡയുടെ ദേശീയ മൃഗം ബീവർ. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? 2. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ഗിൽസ്. മത്സ്യങ്ങളുടെ പ്രജനനകാലം ഏതാണ്? ജൂൺ ജൂലൈ. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യബന്ധനം. മാതംഗലീല എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന മൃഗം ഏത്? ആന. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? പൂച്ച. കരയിലെ ഏറ്റവും വേഗത കൂടിയ ജീവി ഏതാണ്? ചീറ്റ. ആൺകടുവയ്ക്ക് പെൺസുമത്തിലുണ്ടാകുന്ന കുട്ടിയെ വിളിക്കുന്ന പേരെന്താണ്? ടൈഗൺ. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973. കേരളത്തിലെ ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാർ. ജിറാഫിന്റെ കഴുത്തിലെ എല്ലുകളുടെ എണ്ണം 7. രക്തസമ്മർദ്ദം ഏറ്റവും ഉയർന്ന ജീവി ഏത്? ജിറാഫ്. പ്രൊജക്ട് എലിഫന്റ് കേരളത്തിലെ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? മുത്തങ്ങ. കാൻസർ ചികിത്സയുടെ പ്രതീകമായ ജീവി ഏതാണ്? ഞണ്ട്. തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ്? ചെമ്മീൻ. മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തിമിംഗല സ്രാവ്. ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത് സിലാകാന്ത്. കേരളത്തിലെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? പനങ്ങാട്. നായയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 70. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവി ലൈക്ക എന്ന നായ.
വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? എത്ര സെന്റിമീറ്റർ ആണ്? 25. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിന്റെ ന്യൂനതയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. പ്രായം കൂടുന്തോറും കണ്ണിന്റെ നികട ബിന്ദുവിലേക്കുള്ള ദൂരം കൂടുന്നതാണ് വെള്ളയെഴുത്തിന് കാരണമാകുന്നത്. ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും വെള്ളയെഴുത്തുമുള്ള ഒരാൾക്ക് ഏത് ലെൻസ് ഉപയോഗിച്ചാൽ കണ്ണിന്റെ ന്യൂനത പരിഹരിക്കാം? ബൈഫോക്കൽ ലെൻസ്. കോർണിയയുടെ വക്രത കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കണ്ണിന്റെ ന്യൂനതയ്ക്ക് പറയുന്ന പേരാണ് വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. വസ്തുക്കളുടെ വലുതായ പ്രതിബിംബം ലഭിക്കാൻ ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്? കോൺവെക്സ്. മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. നിവർന്നതും വലുതുമായ പ്രതിബിംബം നൽകുന്നത് ഏത് തരം മിറർ ആണ്? കോൺകേവ്. വാഹനത്തിന്റെ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് ഏത് തരം മിറർ ആണ്? കോൺവെക്സ് മിറർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? അക്കോസ്റ്റിക്സ്. ശബ്ദത്തെ പേടിയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേര് അക്കോസ്റ്റിക്സ് ഫോണിയ. ശബ്ദത്തിന്റെയും ഉച്ചതയുടെയും ശബ്ദത്തിന്റെയും തീവ്രതയുടെയും ഉച്ചതയുടെയും യൂണിറ്റ് എന്താണ്? ഡെസിബൽ. മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാറിങ്സ്. മനുഷ്യന്റെ ശ്രവണപരിധി എത്ര ഹെർട്സ് മുതൽ എത്ര ഹെർട്സ് വരെയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സിന് കുറവുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഇൻഫ്രാസോണിക്. 20 ഹെർട്സിൽ കൂടുതൽ ഉള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? അൾട്രാസോണിക്. ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗമുള്ളതിന് പറയുന്ന പേരാണ് സൂപ്പർസോണിക്. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർസോണിക്. സാധാരണ ഊഷ്മാവിൽ വായുവിൽ ശബ്ദത്തിന്റെ പ്രവേഗം 340 മീറ്റർ/സെക്കൻഡ് ആണ്. ജലത്തിന്റെ പ്രവേഗം എത്രയാണ്? 1435 ms. ശബ്ദത്തിന്റെ തടിയിലെ പ്രവേഗം 3850 ms. ശബ്ദം കേട്ട് എത്ര സെക്കൻഡ് സമയമാണ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നത്? 1/10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും.
ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന കേൾവിയുടെ നിലയെ വിളിക്കുന്ന പേരാണ് ഉച്ചത. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയുടെ അളവിന് പറയുന്ന പേര് സ്ഥായി. ശബ്ദത്തിന്റെ സ്ഥായി അളക്കുന്ന ഉപകരണമാണ് ടോണോമീറ്റർ. ഒരേ ഉച്ചതയിലും സ്ഥായിലുമുള്ള രണ്ട് സംഗീതോപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന സവിശേഷതയാണ് ടിംബർ. സമുദ്രത്തിന്റെ ആഴം അളക്കാനും മഞ്ഞുകട്ടയുടെ കനം അളക്കാനും ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എക്കോ സൗണ്ടർ. സമുദ്രത്തിന്റെ ആഴമളക്കാനും മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താനും ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സോണാർ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങൾ അളക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിലോസ്കോപ്പ്. കേൾവിക്കുറവുള്ളവർക്ക് ശബ്ദം കുറെ കൂടി വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോഫോൺ. റഡാർ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ പോകുന്നതും ദൂരെയുള്ളതുമായ വസ്തുക്കളുടെ ദൂരം, ദിശാസാന്നിധ്യം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? റഡാർ. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം പ്രേക്ഷണം ചെയ്യുന്നതിനുള്ള ഉപകരണം ഫോട്ടോഫോൺ. ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം ഉപയോഗിച്ച് നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാർട്ടൻ വിസിൽ. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. മൊബൈലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ. 1973 മോട്ടോറോള കമ്പനിക്ക് വേണ്ടിയാണ് കൂപ്പർ ആദ്യത്തെ മൊബൈൽ ഫോൺ നിർമ്മിച്ചത്. ജപ്പാനിലെ ഏത് ടെലിഫോൺ കമ്പനിയാണ് 1979 വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ചത്? നിപ്പോൺ ടെലിഗ്രാഫ് ആൻഡ് ടെലിഫോൺ കമ്പനി. 1995 എയർടെൽ ആണ് ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ചത്. മിസൈലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന ഏകകമാണ് മാക് നമ്പർ. ഒരു മാക് നമ്പർ എന്നത് 340 മീറ്റർ/സെക്കൻഡ് ആണ്. ശരീരത്തിനുള്ളിലെ മുഴകളും മറ്റും കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സ്കാനിംഗ് അൾട്രാസൗണ്ട് സ്കാനിംഗ്. മൂത്രാശയത്തിലെ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഏത് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് തരംഗങ്ങൾ. ടെലിഫോൺ ബെല്ലിന്റെ ഡെസിബൽ എത്രയാണ്? 70. മോട്ടോർ സൈക്കിളിന്റെ ഡെസിബൽ എത്രയാണ്? 70 മുതൽ 80 ഡെസിബൽ വരെ. 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം കേൾവി തകരാറുണ്ടാക്കുന്നു. ബലത്തിന്റെ യൂണിറ്റിന് പറയുന്ന പേര് ന്യൂട്ടൺ. ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ. ഒരു ന്യൂട്ടൺ എന്നാൽ 10⁵5 ഡെൻ ആണ്.
ഗുരുത്വാകർഷണ ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം വെയിറ്റ്. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് കേശികത്വം. വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മൈക്കൽ ഫാരഡേ. ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗിൽബർട്ട്. ലോകത്ത് ആദ്യമായി വൈദ്യുതി ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏതു വസ്തുവിലാണ്? അംബർ എന്ന വസ്തുവില്. വൈദ്യുതി പ്രവാഹമുള്ള ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം സംജാതമാകുന്നുവെന്ന് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടെത്തിയത് ആര്? മൈക്കൽ ഫാരഡേ. ആദ്യമായി വൈദ്യുത രാസസെൽ നിർമ്മിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ടോ ആണ്. വൈദ്യുതി ചാർജിന്റെ യൂണിറ്റ് കുളോൺ ആണ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട്. വൈദ്യുതി പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംപിയർ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട്. വൈദ്യുത ചാലക ബന്ധത്തിന്റെ യൂണിറ്റ് വോൾട്ട്. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ. ഇന്ത്യയിൽ ഗാർഹിക വൈദ്യുതിയുടെ വോൾട്ടേജ് 220 മുതൽ 230 വോൾട്ട് ആണ്. 3 ഫേസിൽ 440 വോൾട്ടും. വൈദ്യുതി പ്രവാഹത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നത് വോൾട്ടാമീറ്റർ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങൾ ആക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. തീവ്രത കുറഞ്ഞ വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹ ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോസ്കോപ്പ്. വൈദ്യുതി ചാലനം പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോഗ്രാഫ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ ക്രമമായി മാറ്റം വരുത്താനുള്ള ഉപകരണം റിയോസ്റ്റാറ്റ്. ഹൈഡ്രജൻ നിറച്ച ബൾബിന്റെ നിറം ഏത് നിറമായിരിക്കും? നീല. സോഡിയം നിറച്ച ബൾബിന്റെ നിറം ഏത് നിറമായിരിക്കും? മഞ്ഞ. നിയോൺ നിറച്ച ബൾബിന്റെ നിറം എന്തായിരിക്കും? ഓറഞ്ച്. ക്ലോറിൻ നിറച്ച ബൾബിന്റെ നിറം എന്തായിരിക്കും? പച്ച. നൈട്രജൻ നിറച്ച ബൾബിന്റെ നിറം ചുവപ്പ് കളറായി കാണുന്നു. മെർക്കുറി നിറച്ച മെർക്കുറി വാതകം നിറച്ച ബൾബിന്റെ നിറം വെള്ള ആയി കാണപ്പെടുന്നു. റേഡിയോയിൽ ഒരു പ്രത്യേക സ്റ്റേഷൻ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ട്യൂണർ.
ട്രാൻസ്ഫോർമർ വോൾട്ടത ഉയർത്താനോ വോൾട്ടത താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം ഉപയോഗിച്ച് യാന്ത്രികോർജത്തെ വൈദ്യോർജമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേര് ഡൈനാമോ.